കളക്ഷനിൽ മുന്നിൽ കൽക്കി. പക്ഷേ ഇന്ത്യൻ സിനിമയിൽ ഈ വർഷം ഏറ്റവും ലാഭമുണ്ടാക്കിയത് ഒരു മലയാള സിനിമ. മലയാള സിനിമയെ സംബന്ധിച്ച മികച്ച ആദ്യ പകുതിയായിരുന്നു ഈ വർഷത്തേത്. തമിഴടക്കമുള്ള മറുഭാഷാ ചിത്രങ്ങൾ തിയേറ്ററിൽ പ്രേക്ഷകരെ എത്തിക്കാൻ പാടുപെട്ടപ്പോൾ മലയാള സിനിമകൾ കാണാൻ മറുഭാഷാ പ്രേക്ഷകരും തിയേറ്ററുകളിലെത്തി. ഇപ്പോഴിതാ ഇന്ത്യൻ ബോക്സ് ഓഫീസിലെ കൗതുകകരമായ ഒരു കണക്ക് പുറത്തെത്തിയിരിക്കുകയാണ്. ഈ വർഷം ഇതുവരെയുള്ള ഇന്ത്യൻ സിനിമ റിലീസുകളിൽ നിർമ്മാതാവിന് ഏറ്റവും അധികം ലാഭം നേടിക്കൊടുത്ത ചിത്രം ഏതെന്ന കണക്കാണിത്. കൽക്കി, 2898 AD, സ്ത്രീ 2 എന്നീ ചിത്രങ്ങളൊക്കെ സമീപകാലത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനം നടത്തിയിരുന്നുവെങ്കിലും ഈ വർഷത്തെ ഇന്ത്യൻ ചിത്രങ്ങളിൽ നിർമ്മാതാവിന് ഏറ്റവും ലാഭം നേടിക്കൊടുത്തത് ഒരു മലയാള ചിത്രമാണ്. DNA ഇന്ത്യയുടെ കണക്ക് പ്രകാരം പ്രേമലു ആണത്. 3 കോടി ബജറ്റിലെത്തിയ ചിത്രം നേടിയ പ്രോഫിറ്റ് മാർജിൻ 4500% അത് ഏറ്റവും ഉയർന്നതാണെന്നും അവർ പറയുന്നു. 136 കോടിയാണ് ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ. ഇന്ത്യൻ സിനിമയിൽ ഈ വർഷം കളക്ഷനിൽ മുന്നിലുള്ള കൽക്കി 2898 AD ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് 1100 കോടിയിലേറെ നേടിയിരുന്നു. എന്നാൽ ചിത്രത്തിന്റെ ബജറ്റ് 600 കോടിയാണ്. അതായത് 100% താഴെയാണ് പ്രോഫിറ്റ് മാർജിൻ. ആഗോള ബോക്സ് ഓഫീസിൽ 570 കോടി നേടിയ ബോളിവുഡ് ചിത്രം സ്ത്രീ 2ന്റെ ബജറ്റ് 60 കോടിയായിരുന്നു. പ്രോഫിറ്റ് മാർജിൻ 850%. ഈ വർഷം മറ്റൊരു ശ്രദ്ധേയ ചിത്രം തെലുങ്ക് ചിത്രം ഹനുമാന്റേതായിരുന്നു. 35 കോടി ബജറ്റിലെത്തിയ ചിത്രം 350 കോടിയാണ് കളക്ട് ചെയ്തത്. 900% പ്രോഫിറ്റ് മാർജിൻ.